വള്ളംകളിയെ സംബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ആവേശത്തിന്റെ ഓളപ്പരപ്പായി 70ാമത് നെഹ്റു ട്രോഫി ജലമേള പുന്നമടക്കായലിൽ നടക്കുകയാണ്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ജലമേളയിൽ മത്സരിക്കുന്നത്. ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാന ആകർഷണമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അല്പസമയത്തിനകം തുടങ്ങും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനത്തിലെത്തുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലമേളയ്ക്കാണ് ഇന്ന് നമ്മൾ ഈ വർഷം ഒരിക്കൽ കൂടി സാക്ഷിയാകുന്നത്. 74 യാനങ്ങൾ അണിനിരക്കും ഈ ജലപൂരത്തിൽ. തൃശൂർ പൂരം പോലെ കേരളം ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിച്ച ജലമേള ജലപൂരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 19 ചുണ്ടൻ വള്ളങ്ങൾ വീറോടെ ഇന്ന് പൊരുതും. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുക. പവലിയനിൽ നെഹ്റു പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയായിരിക്കും ചടങ്ങുകൾക്ക് തുടക്കമാകുക. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കാനെത്തും എന്നത് വ്യക്തമാണ്. ജലകായികമേള ഇനങ്ങളും സാംസ്കാരിക പരിപാടികളും എല്ലാം രാവിലെ തൊട്ട് തന്നെ തുടങ്ങി. ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് അവിടെ മത്സരങ്ങൾ രാവിലെ തൊട്ട് അതിന് ചടങ്ങുകളുമൊക്കെ നടന്നത്. മാസ് ഡ്രില്ലിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു. ഹീറ്റ്സ് ഉണ്ടാകും. ചെറുവള്ളങ്ങൾ സെമി ഫൈനൽ മത്സരം പിന്നീട് നടക്കും. 4 ട്രാക്കുകളായി ചുണ്ടൻ വള്ളങ്ങൾക്ക് 5 ഹീറ്റ്സുകൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതാണ്ട് 4 മണിയോടുകൂടി ഫൈനൽ മത്സരത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഹീറ്റ്സിൽ മികച്ച വിജയം കുറിക്കുന്ന ആദ്യ 4 വള്ളങ്ങളാകും ഫൈനലിലേക്ക് എത്തുക. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജേതാവ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും ഒക്കെ മത്സരരംഗത്തുണ്ട്. നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ചരിത്രത്തിലിടം പിടിച്ച ഏറ്റവും മഹനീയമായ അവസരങ്ങളിൽ ഒന്ന്. ഇന്ന് അതിനായി എല്ലാവരും അവിടെ അവിടെ നിന്ന് തത്സമയം ഞങ്ങളുടെ പ്രതിനിധികൾ അശ്വതി പിള്ളയും ശരണ്യ സ്നേഹജനും ചേരുന്നു. അശ്വതി ആൻഡ് ശരണ്യ, അവിടെ ആവേശത്തിൻ്റെ ഒരു ഓളം തള്ളൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ പല വിഭാഗങ്ങളായി തിരിഞ്ഞ് അവരവർക്ക് ഇഷ്ടപ്പെട്ട വള്ളങ്ങളെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആർക്കാണ് കൂടുതൽ പിന്തുണ, എന്തൊക്കെ തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ആർപ്പുവിളികളുമൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്? എത്രമാത്രം ആവേശജനകം എന്ന് വിവരിക്കാമോ? മനു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിവരിക്കാനാകാത്തത്രയും ആവേശം എന്ന് വേണം പറയാൻ. അത് വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അതൊന്ന് വന്ന് അറിഞ്ഞു തന്നെ വേണം പോകാൻ ഇവിടേക്ക്. പുന്നമടക്കായലിന്റെ ഇരുവശങ്ങളിലും 10,000ങ്ങൾ കാത്തു നിൽക്കുന്ന വള്ളംകളി മത്സരം അത് പുരോഗമിക്കുമ്പോൾ 19 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരം കാണാൻ തന്നെയാണ് ഇനിയുള്ള കാഴ്ച, ഇനിയുള്ള കാത്തിരിപ്പ്. അല്ല ശരണ്യ? ചുണ്ടൻ മാത്രമല്ല, കണ്ടില്ല നേരത്തെ എന്താ തോന്നിയത്? ഇരുട്ടുകുത്തിയുടെ വെപ്പിന്റെ ഒരു വരവ് കണ്ടപ്പോ എന്ത് തോന്നി? ഗംഭീര വരവായിരുന്നു, ഒരു രക്ഷയില്ലാതെ. ഫിനിഷിംഗ് പോയിന്റിൽ ഇരിക്കുമ്പോൾ ആവേശം അതിന്റെ ഇരട്ടിയാകുമെന്നുള്ളത് തന്നെയാണ് മനു. അതറിയണമെങ്കിൽ ഈ ഗാലറിയുടെ ദൃശ്യങ്ങൾ ക്യാമറാമാൻ ഷിജു ചവറ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് മനസ്സിലാകും. ഗാലറിയാകെ ഇളകി മറിയുന്ന കാഴ്ച. അതെ, തീർച്ചയായും അത്രയധികം ആവേശം നിറഞ്ഞ ഗാലറികളാണ്. ഏറ്റവും കൂടുതൽ വള്ളംകളിക്ക് അത്തരത്തിലൊരു പ്രൊമോഷൻ കിട്ടുന്നത് തന്നെ ഈ കാണികളുടെ ഒരു വള്ളപ്രേമികളുടെ ഒരു സ്നേഹം തന്നെയാണ്. അത് ആലപ്പുഴയിലോ പുന്നമടയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് എല്ലാ ഇടങ്ങളിലും നിന്നുമുള്ള ആളുകൾ അത്തരത്തിൽ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. ജലമേള മാറ്റിവെച്ചത് ഒരിക്കലും ആലപ്പുഴക്കാരുടെ മാത്രം പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ല സർക്കാർ അത് തിരിച്ചു കൊണ്ടുവന്നത്. അതെ, തീർച്ചയായിട്ടും അത് മനസ്സിലാകുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജലമേള പുന്നമടക്കായലിൽ നടക്കുമ്പോൾ ആവേശം അത് ഇരു കരകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ക്ലബിന്റെയും ആരാധകർ അവരുടെ ചുണ്ടന്റെ എൻട്രിക്കായി കാത്തു നിൽക്കുന്ന സമയം ഇനിയുണ്ട്. അത് ലൈവായി കാണിക്കണമേ എന്ന് എന്നോട് നേരത്തെ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലൈവായി തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചമ്പക്കുളം ഇറങ്ങി. എന്തായാലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമുഖ ക്ലബുകൾക്കൊപ്പം തന്നെ ഇവിടെ കുറെ നേരമായിട്ട് ഈ ചേട്ടൻ ഈ ഉടുപ്പൊന്ന് കാണിക്കണമെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്.
പറഞ്ഞോ. ഞങ്ങളുടെ പുതിയ ഈ കുപ്പായ എവിടെ കിട്ടി? ഈ കുപ്പായ ഞങ്ങളുടെ മേപ്പാടൻ ചുണ്ടന്റെ ജേഴ്സിയാണ്. പുതിയതായിട്ട് നീറ്റിലിറങ്ങിയ ചുണ്ടനാണ് മേപ്പാടൻ ചുണ്ടൻ. പുത്തൻ ചുണ്ടനാണല്ലേ? പുത്തൻ ചുണ്ടനാണ്. ആദ്യമായിട്ട് ട്രോഫിക്ക് ഇപ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ മേപ്പാടൻ ചുണ്ടന്റെ എടുപ്പൊന്ന് കാണിച്ചോളൂ. ഞങ്ങളുടെ വള്ളത്തെ തുഴയുന്ന കുമരകം ബോട്ട് ക്ലബ്ബ്, പഴയ നെല്ലാനിക്ക പാപ്പച്ചന്റെ ടീമാണ് ഞങ്ങളുടെ വള്ളത്തെ തുഴയുന്നത്. 4 തവണ തുടർച്ചയായി കിരീട നേട്ടം നേടിയ വള്ളം ക്ലബ്ബാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. എന്തായാലും ഈ കാണുന്നത് മേപ്പാടൻ ചുണ്ടന്റെ ആരാധകനാണ്. ഒപ്പം തന്നെ നീരണിഞ്ഞ പുത്തൻ ചുണ്ടനാണ്. എല്ലാവിധ പിന്തുണയും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വള്ളംകളി പ്രേമികളുടെ ഭാഗത്തു നിന്നും കൊടുക്കേണ്ട ഒരു വള്ളം തന്നെയാണ് ഇത്. എന്തായാലും പുത്തൻ ചുണ്ടനാ. അതെ, പുത്തൻ ചുണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി, ഒരു ചെറിയൊരു കുഞ്ഞ് ജനിക്കുന്ന പോലെ ആയിരിക്കും അവര് പുതിയൊരു വള്ളം നീറ്റിലേക്ക് ഇറക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ അത്രത്തോളം ആയിരിക്കും. അതിനെ എണ്ണയിട്ട് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ടിച്ച് ഇറക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടുന്നത് പോലെയുള്ള പ്രതീക്ഷകളായിരിക്കും. ഇനി ആ കപ്പിലാര് മുത്തമിടുമെന്നുള്ള ആ നിമിഷം വരെയുള്ള നിമിഷങ്ങൾ, ബാക്കിയുള്ള നിമിഷങ്ങളും അത് ഉദ്വേഗം നിറഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. ശരണ്യ, നമുക്ക് കാണാം പായിപ്പാടന്റെ ആരാധകൻ അതാ അവിടെ ഉയർത്തി കാണിക്കുന്നു അവരുടെ ജേഴ്സിയുടെ കാര്യം. അപ്പുറം ആളുകൾ നിന്നിട്ട് വാശിയോടെ അവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപറ്റ് ഊതുന്നതും അതുപോലെ തന്നെയാണ്. അത് ശരണ്യ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇവിടുന്ന് 2 ഊത്ത് ഊതുമ്പോൾ അവിടുന്ന് 4 ഊത്ത് തിരിച്ചൂതുന്നു. അത്തരത്തിൽ അവരുടെ ഒരു മത്സരം ഈ ഗാലറിയിൽ തന്നെ നമുക്ക് പ്രകടമാണ്. പക്ഷേ പുന്നമടക്കായലിലേക്ക് എത്തുമ്പോൾ ഈ നിമിഷം മാത്രമാണ് അവർ ശത്രുപക്ഷത്ത് നിർത്തുന്നതെന്നും ഈ വള്ളംകളി അവരുടെ ഒരു ആവേശമാണെന്നും അവരുടെ ഞരമ്പിലോടുന്ന രക്തത്തിന്റെ ഭാഗമാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. തോറ്റാലങ്ങ് തോൽവി സമ്മതിച്ച് അടുത്ത തവണ എടുത്തോളാം. അതെ, തീർച്ചയായിട്ടും അതാണ്, അടുത്ത തവണ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന, അതുപോലെ തന്നെ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന മേപ്പാടൻ ചുണ്ടന്റെ മറ്റൊരു ജേഴ്സി നമുക്ക് കാണാൻ സാധിക്കുന്നു. മേപ്പാടൻ ചുണ്ടന്റെ ജേഴ്സി ഉയർത്തി കാണിക്കുന്ന പ്രേക്ഷകർ ഓരോ ബോട്ടും അവിടേക്ക് എത്തുമ്പോൾ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആർപ്പ് വിളിക്കുന്ന കാണികളെ ആവേശത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് അറിയാനുള്ളത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം എപ്പോൾ നടക്കുമെന്നാണ്. ഇപ്പോ ഈ ഒരു സമയത്തിനനുസരിച്ച് എങ്ങനെയാണ് ശരണ നമുക്ക് ഇനി മനസ്സിലാക്കാൻ കഴിയും? ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമെന്നാണ് നമ്മൾ കരുതുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുക. നെഹ്റു പവലിയനിലാണ് അത്തരം ഉദ്ഘാടനത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനു മുമ്പ് ഏറ്റവും നയനമനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അതായത് മാസ്ട്രില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 19 ചുണ്ടൻ വള്ളങ്ങൾ മണിനിരക്കും. അതാണ് ഏറ്റവും മനോഹരം. ഏറ്റവും അധികം ആരാധകരുള്ള ഒരു വള്ളം കടന്നു വരുന്നു. ഇവിടെ കാണികൾ, ജലോത്സവ പ്രേമികൾ കൈയടിച്ച് ആവേശത്തോടുകൂടി ആ ജലരാജാവിനെ സ്വീകരിക്കുകയാണ്. ആ ജലരാജാവിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയും. അതാണ് മാസ് എൻട്രി. ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു അവരുടെ ചുണ്ടന്റെ മാസ് എൻട്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആവേശം അതിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുന്നു. ഗാലറികൾ ഇളകി മറിയുന്ന കാഴ്ച. മത്സരത്തിന് മുമ്പ് ഇങ്ങനെയെങ്കിൽ മത്സര സമയത്ത് എന്തായിരിക്കും? ഒരു പുളകം തോന്നില്ലേ? തീർച്ചയായിട്ടും ഉൾപ്പുളകം, ശരീരം ആസകലം കോരിത്തരിക്കുന്ന കാഴ്ച അത് തന്നെയാണ് പുന്നമടക്കായലിന്റെ ഈ ഗാലറിയിൽ നിന്നും തരാനുള്ളത്. ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ ആ ആവേശം അത് അങ്ങേയറ്റമാണ് ശരണ്യ.